എല്ലാം നഷ്ടപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ 7 വർഷം നിങ്ങൾ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. അതൊരു സൈഡ് ഹോബിയോ ചെറിയ പരീക്ഷണമോ ഒന്നുമല്ല. നിങ്ങളുടെ ജീവിതം തന്നെ അതായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു ഐഡൻറ്റിറ്റി പോലെ. നൂറുകണക്കിന് വീഡിയോകൾ, ആയിരക്കണക്കിന് മണിക്കൂർ എഡിറ്റിംഗ്, ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തിയ ഒരു ലോകം. നൂറുകണക്കിനല്ല, ഏകദേശം ഒരു 500-ലധികം വീഡിയോകളാണെന്ന് വിചാരിക്കുക. 48 മണിക്കൂർ കൊണ്ട് അതെല്ലാം ഇല്ലാതാകുന്നതിൻ്റെ വക്കിൽ നിൽക്കുന്നു. ഇതും കൂടെ ആലോചിച്ച് നോക്കുക. ഇതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് സംഭവിച്ചത്. പക്ഷേ ഈ കഥ യൂട്യൂബിനെ പറ്റിയല്ല, എന്നെ പറ്റിയുമല്ല. ഇത് നമ്മളെ എല്ലാവരെയും കുറിച്ചാണ്. ജീവിതത്തിൽ പെട്ടെന്ന് ഒരു ദിവസം എല്ലാം കൈവിട്ടു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. അങ്ങനെയുള്ള നിമിഷങ്ങൾ നമ്മളെ തകർക്കുന്നതിന് പകരം കൂടുതൽ കരുത്തരാക്കാൻ സഹായിക്കുമെന്ന് സൈക്കോളജി പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവം ഒരു ലെൻസ് മാത്രമാണ്. നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം കൺമുന്നിൽ തകർന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? അതിൻ്റെ ആഘാതം എനിക്കൊരു തണുപ്പൻ ഓട്ടോമേറ്റഡ് ഇമെയിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലാകുന്നത്. ആദ്യം നെഞ്ചൊന്ന് കാളി. നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നു. എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെയും പേടി സ്വപ്നമാണ് ആ 3 സ്ട്രൈക്ക് റൂൾ. 3 സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ എന്നേക്കുമായിട്ട് ഡിലീറ്റ് ആവും. നിങ്ങൾക്കറിയാം, ഈ ചാനലല്ല, എനിക്ക് പ്രധാനമായിട്ടും JR സ്റ്റുഡിയോ സയൻസ് ടോക്ക് മലയാളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഞാനത് നടത്തുന്നുണ്ട്. അതിൽ 700-ലധികം വീഡിയോകളുണ്ടായിരുന്നു. അതിൽ 525ഓളം വീഡിയോകൾ ലോങ് ആയിരുന്നു. സോ ആക്ച്വലി ആ സയൻസ് ചാനലാണ് എന്നെ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിർത്തിയതും ഞാൻ ഇത്തരത്തിലുള്ള പല ചാനലുകൾ തുടങ്ങാനുള്ള കാരണം. സോ വർഷങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു ചാനലായിരുന്നു അത്. അതിനാണ് ഇങ്ങനെ കോർപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടി ഡിലീറ്റ് ആകുന്നൊരു ഘട്ടത്തിലെത്തിയത്. ഇങ്ങനെയുള്ള നിമിഷങ്ങളെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് അക്യൂട്ട് സ്ട്രെസ്സർ എന്നാണ്. അതായത് പെട്ടെന്നുണ്ടാകുന്നൊരു ഷോക്ക് നമ്മുടെ ശരീരത്തിലെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഓണാകും. നെഞ്ചിടിക്കാൻ തുടങ്ങും, കൈ വിറയ്ക്കാൻ തുടങ്ങും, തലയ്ക്കകത്ത് ആകെ ഒരു ബഹളം ഉണ്ടാവും. എനിക്ക് സംഭവിച്ചതും അതിൻ്റെ ഒരു തുടക്കമായിരുന്നു. എൻ്റെ വർക്കുകളിലുണ്ടായിരുന്ന ഫോൾഡറുകൾ കാലിയായി കിടക്കുന്നത് ഞാനിങ്ങനെ മനസ്സിൽ കണ്ടു. സത്യം പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പ്രതികരണം ഒരിക്കലും ലോജിക്കലായിരിക്കില്ല ഇത്തരം സന്ദർഭങ്ങളിൽ. എനിക്ക് 2 സ്ട്രൈക്കാണ് 2 ദിവസമായിട്ട് കിട്ടിയത്. ഒരു ദിവസം കിട്ടിയപ്പോൾ ഞാൻ അത് കാര്യമാക്കിയില്ല, വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയി പോയല്ലോ എന്ന് വിചാരിച്ചു. രണ്ടാമത്തെ ദിവസം കിട്ടിയപ്പോൾ എനിക്കതിൻ്റെ പാറ്റേൺ മനസ്സിലായി. മൂന്നാമത്തെ ദിവസം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് മാത്രമല്ല, എൻ്റെ ചാനൽ തന്നെ പൂട്ടിപ്പോകുമെന്ന് മനസ്സിലായി. സോ എല്ലാ വീഡിയോസും ഞാൻ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. സോ ഇങ്ങനെയുള്ളൊരു സന്ദർഭം എങ്ങനെ ഉണ്ടായി? കാരണം ഇത് തന്നെയാണ്, ലോജിക്കല്ല വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഭാഗം നമ്മളോട് പേടിക്കാൻ പറയും. ചിന്തിക്കുന്ന ഭാഗം വർക്കാകുന്നതിന് മുമ്പാണ് പേടി ഉണ്ടാകുന്നത്. സോ ഈ ആദ്യം വരുന്ന പേടി നമ്മളെ എടുത്തുചാടി പലതും ചെയ്യാൻ പ്രേരിപ്പിക്കും. ചിന്തയൊക്കെ ഉണ്ടായിട്ട് പിന്നെ അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉണ്ടാകുന്ന പേടിയെ ഇല്ലാതാക്കലല്ല, മറിച്ച് ആ പേടിയെ തിരിച്ചറിഞ്ഞിട്ട് അടുത്ത് എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനിക്കലാണ്. ആദ്യത്തെ ആ ഒരു പാനിക് കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു: ശാന്തമായിട്ടിരിക്കണം. സാഹചര്യം അത്ര സീരിയസ് അല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആ സമയത്ത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ടൂളെന്ന് പറയുന്നത് സത്യത്തിൽ അത് മാത്രമാണ്. ഇതിനെയാണ് സൈക്കോളജിയിൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങളുമുണ്ട്. യൂട്യൂബിൻ്റെ അൽഗോരിതത്തെയോ ആരെങ്കിലും കോപ്പിറൈറ്റ് ക്ലെയിമോ സ്ട്രൈക്കോ ചെയ്യുന്നതിനെയോ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ശ്വാസം, എൻ്റെ ചിന്ത, അടുത്ത 48 മണിക്കൂറുകൾ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ കൺട്രോളിലാണുള്ളത്. സോ ആ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പേടിയിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്കുള്ളൊരു ഫോക്കസ് ഡിഫറൻസ്, അതാണ് ഏതൊരു പ്രതിസന്ധിയും നേരിടാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. പേടിയായിരുന്നു എൻ്റെ ആദ്യത്തെ ഫീലിംഗ്, പക്ഷേ ശാന്തതയായിരുന്നു എൻ്റെ ഡിസിഷൻ. എൻ്റെ അടുത്ത നീക്കം ടെക്നിക്കലായിരുന്നില്ല, അത് വളരെ ഹ്യൂമൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ യൂട്യൂബിലുള്ള എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നു, അല്ലാത്ത എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നു, എൻ്റെ പാർട്ട്ണറിനെ വിളിക്കുന്നു, എൻ്റെ അമ്മയോട് ഞാൻ ഈ കാര്യം പറയുന്നു. ഇതൊന്നും എനിക്ക് ഈ പ്രശ്നത്തിലൊരു സൊല്യൂഷൻ കിട്ടാനല്ല, എൻ്റെ അവസ്ഥയൊന്ന് കേൾക്കാൻ വേണ്ടിയാണ്, ഒരാളുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം. ഇതൊരു സിമ്പിൾ കാര്യമായിട്ട് തോന്നാം, പക്ഷേ പതിറ്റാണ്ടുകളുടെ റിസർച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളവർക്ക് വലിയ പ്രതിസന്ധികളെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ സോഷ്യൽ സപ്പോർട്ട് ഒരു ഷോക്ക് അബ്സോർബർ പോലെയാണ്. വീഴ്ചയുടെ ആഘാതം അതൊരു പരിധിവരെ കുറയ്ക്കും. ആ ഒരു ഫോൺ കോൾ എന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. എൻ്റെ വലിയ സബ്സ്ക്രൈബർ കൗണ്ടിലോ വീഡിയോകളുടെ എണ്ണത്തിലോ അല്ല, എൻ്റെ ഐഡൻറ്റിറ്റി ചാനലിനേക്കാൾ വലുതാണ് എന്നുള്ളത്. നമ്മുടെ ജോലിക്കപ്പുറം നമ്മൾ ആരാണെന്ന് നമുക്ക് കാട്ടിത്തരുന്നത് നമ്മുടെ കൂടെ ഉള്ളവരാണെന്നുള്ള വാസ്തവം. പരാജയം നമ്മളെ ചെറുതാക്കി കാണിക്കുമ്പോൾ ഈ ഓർമ്മപ്പെടുത്തൽ വളരെ വലുതാണ്. ഈ ചാനൽ ഇല്ലെങ്കിൽ ഞാൻ ആരാണ്? ഈ ചോദ്യമാണ് ഏതൊരു ക്രിയേറ്ററുടെയും ഏതൊരു പ്രൊഫഷണലിൻ്റെയും നെഞ്ചിൽ കൊള്ളുന്ന ചോദ്യം. സ്വന്തം ജോലിയുമായി അത്രയധികം ചേർന്ന് നിൽക്കുന്ന ആർക്കും ഈ സ്വപ്നം ഒരു പേടി സ്വപ്നമാണ്. ഇവിടെയാണ് സൈക്കോളജിയിലെ സെൽഫ് കോംപ്ലക്സിറ്റി തിയറി വരുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, ഒരാൾക്ക് അയാളെക്കുറിച്ച് എത്രത്തോളം വ്യത്യസ്ത റോളുകളുണ്ടോ അയാൾ അത്രയും സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി മുഴുവൻ യൂട്യൂബർ എന്നോ ബിസിനസ്സുകാരനെന്നോ ആണെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളില്ലാതാകുന്നതായിട്ട് തോന്നും. പക്ഷേ നിങ്ങളൊരു യൂട്യൂബർ മാത്രമല്ല, നിങ്ങളൊരു സുഹൃത്താണ്, നിങ്ങളൊരു സ്റ്റോറി ടെല്ലറാണ്, ഫിലിം മേക്കറാണ്, നിങ്ങൾ സയൻസിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്ന ആളാണ്,
നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന വ്യക്തിയാണ്. AI ടൂൾസുകളിൽ ധാരണയുള്ള ആളാണ്. യൂട്യൂബ് അൽഗോരിതത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളാണ്. ഒരു സഹോദരനാണ്, ഒരു പാർട്ട്ണറാണ്, ഒരു മകനാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളാണ്. അങ്ങനത്തെ പല റോളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ ഒരൊറ്റ തിരിച്ചടിക്ക് നമ്മളെ തകർക്കാൻ കഴിയില്ല. ഈ ചിന്ത എൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റി. ഇപ്പോൾ JR സ്റ്റുഡിയോ സൈ ടോക്ക് മലയാളം മാത്രമല്ല എൻ്റെ ചാനൽ. അതിൻ്റെ തണലിൽ ഞാൻ വളർത്തിയെടുത്ത ജിതിൻ രാജ് എന്ന് പറയുന്ന ബിസിനസ് ചാനലുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിപ്പോൾ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്ന ഈ JR അൺഫോൾഡ് എന്ന് പറയുന്ന ചാനലുണ്ട്. സോ ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എൻ്റെ കഴിവുകൾ, കഥ പറയാനുള്ള കഴിവ്, എഡിറ്റിങ്, ഈ ക്യൂരിയോസിറ്റിക്ക് പുറകെ പോകാനുള്ള ഒരു സാഹചര്യം, ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ക്രമം, അതിലെ ബിസിനസ് സാധ്യതകൾ, ടെക്നോളജിക്കൽ രംഗത്തെ അവസരങ്ങൾ, ഇതൊന്നും ആർക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനിത് എക്സ്പ്ലോർ ചെയ്യുന്നതിൽ നിന്ന് എന്നെ തടയാനും പറ്റില്ല. പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് മാത്രമാണ്. ആക്ടർ സ്റ്റേജ് പോയാലും അവിടെ തന്നെ ഉണ്ടാകും. അങ്ങനെ ഒരു വലിയ തകർച്ച പതിയെ ഒരു റീസെറ്റ് പോലെ തോന്നാൻ തുടങ്ങി. ഇതിനെയാണ് സൈക്കോളജിസ്റ്റുകൾ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് വലിയ വീഴ്ചകൾക്ക് ശേഷം മനുഷ്യർക്ക് വലിയ വളർച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ പ്രതിസന്ധി കഴിഞ്ഞാൽ അവർ ജീവിതത്തെ കൂടുതൽ വിലമതിക്കാൻ തുടങ്ങും. ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. തങ്ങൾക്ക് എത്രത്തോളം കരുത്തുണ്ടെന്നവർ തിരിച്ചറിയും. എനിക്കും അങ്ങനെ തോന്നി തുടങ്ങിയിരുന്നു. സോ അതൊരു അവസാനമല്ല, മറിച്ച് ഒരു ടേണിംഗ് പോയിൻ്റാണ്. എൻ്റെ യാത്രയെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാനുള്ള അവസരം. ഞാൻ ശരിക്കും എന്തിനാണ് വില കൊടുക്കുന്നതെന്നും അടുത്തതായി എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നും ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ചിന്ത സ്ട്രെസ്സിനെ കുറിച്ചല്ല, പക്ഷേ ആ സ്ട്രെസ്സിനെ ഞാൻ എന്താക്കി മാറ്റി? ഉണ്ടായിരുന്ന സ്ട്രെസ്സിനെ ഫ്യൂവലാക്കി മാറ്റി. ചരിത്രത്തിൽ ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്. ഉദാഹരണത്തിന് മൈസ്പേസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ അത് ഒരുപാട് പാട്ടുകളൊക്കെ ഷെയർ ചെയ്തിരുന്നതാണ്. അത് പെട്ടെന്ന് ഇല്ലാതായപ്പോൾ ഒരുപാട് സംഗീതജ്ഞർക്ക് അവരുടെ പാട്ടുകൾ നഷ്ടമായി. വൈൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം പൂട്ടിയപ്പോൾ കരിയർ നഷ്ടപ്പെട്ട ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവരൊന്നും നിർത്തിപ്പോയില്ലല്ലോ. അവർ വേറെ വഴി കണ്ടെത്തി. പ്രതിസന്ധികളാണ് പലപ്പോഴും ഏറ്റവും മികച്ച കലയെയും വ്യക്തികളെയും ഉണ്ടാക്കുന്നത്. സോ ഇതൊക്കെ സൈക്കോളജിക്കൽ കാര്യങ്ങളാണ്. പക്ഷേ ഇതിലൊരു പ്രാക്ടിക്കൽ പാഠമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പാഠം, ഈ പ്ലാറ്റ്ഫോമുകളൊന്നും നമ്മുടെ സ്വന്തമല്ല. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും ഫോളോവേഴ്സിനെയൊക്കെ സ്വന്തം അസറ്റായിട്ടാണ് കാണുന്നത്. പക്ഷേ സത്യം അതല്ല. നമ്മളിവിടെ സോഷ്യൽ മീഡിയയിൽ സ്ഥലം വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഫ്രീലാൻസേഴ്സാണ്. യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഇതൊക്കെ നാളെ ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്വന്തമായുള്ളത് നമ്മുടെ കഴിവുകളാണ്, നമ്മുടെ ഐഡിയകളാണ്, നമ്മുടെ വർക്കുകളുടെ ബാക്കപ്പുകളാണ്. അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാപ്ടോപ്പിലും പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. സ്ക്രിപ്റ്റുകൾ എൻ്റെ കയ്യിലുണ്ട്, തംബ്നെയിലുണ്ട്. സോ ഇതൊരു ഡാറ്റ മാനേജ്മെൻറ്റ് മാത്രമല്ല, അതൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. പ്ലാറ്റ്ഫോമിന് എന്ത് സംഭവിച്ചാലും എൻ്റെ വർക്ക് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ടാവും. സൈബർ സെക്യൂരിറ്റിയിലൊരു പറച്ചിലുണ്ട്, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒന്നേ ഉള്ളൂ, ഒന്ന് മാത്രമാണെങ്കിൽ ഒന്നുമില്ല. അതായത് ഒരൊറ്റ കോപ്പി വെച്ചാൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല കോപ്പികളുണ്ടെങ്കിൽ നമ്മൾ സേഫാണെന്നർത്ഥം. ഈ നിയമം ജീവിതത്തിലും ബാധകമാണ്. ഒരൊറ്റ റോൾ, ഒരൊറ്റ ഐഡൻറ്റിറ്റി, അത് ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. ഒരിക്കലും നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം എക്സ്പെർട്ട് ആവരുത്. നമ്മൾ കുറച്ചുകൂടി ജനറൽ ആയിരിക്കണം. അറ്റ് ദ ലാസ്റ്റ്, തകർച്ചയിൽ നിന്നൊരു പുതിയ തുടക്കത്തിലേക്ക് പോകാനുള്ളൊരു ചലഞ്ചായിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ കാണുന്നത്. നിങ്ങൾക്ക് എന്നെ ഫോളോ അപ്പ് ചെയ്യാം. അതായത് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക, ഇനി എനിക്ക് ഉണ്ടാകാൻ പറ്റുന്ന ചേഞ്ചിനെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ ഒരു ചലഞ്ചായിട്ട് എടുക്കുകയാണ്. അഹങ്കാരമല്ല, ചിലപ്പോൾ എനിക്ക് പാളിപ്പോയേക്കാം. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് വെച്ചുകൊണ്ട് ഞാനൊരു ബേസ് പോയിൻ്റ് ഇടുകയാണ്. ഇതാണ് എൻ്റെ ഗെയിം പ്ലാൻ. ഇപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? ആ ഗെയിം പ്ലാൻ എന്താണെന്ന് ഞാൻ പറയാം. 1, നമ്മുടെ പ്രതികരണത്തെ കൺട്രോൾ ചെയ്യുക, പേടിയെ അംഗീകരിക്കുക, എന്നിട്ട് ശാന്തമായിരിക്കാൻ തീരുമാനിക്കുക. രണ്ടാമതായി, ആളുകളുടെ സപ്പോർട്ട് തേടുക, ഫ്രണ്ട്സിനെയും കുടുംബത്തെയും വിളിക്കുക. അത് വളരെ വലിയ ശക്തിയാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഐഡൻറ്റിറ്റി വലുതാക്കുക. നിങ്ങൾ ഒരൊറ്റ റോളിലേക്ക് ഒതുങ്ങുന്ന ആളല്ല എന്ന് ഓർക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ പോലും, നിങ്ങൾ വലിയ ഏതെങ്കിലും പ്രൊഫഷനിൽ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും, നിങ്ങളുടെ കാര്യം ഒരൊറ്റ റോളിൽ ഒതുങ്ങരുത്. ജീവിതം അങ്ങനെയല്ല വരുന്നത്, നമ്മൾ അങ്ങനെയല്ല ഇവോൾവ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രതിസന്ധികളെ വളർച്ചയ്ക്കുള്ള അവസരമായിട്ട് കാണുക. പല സംഭവങ്ങളും റീസെറ്റാണെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ വർക്കുകളെ എപ്പോഴും സൂക്ഷിക്കുക. എല്ലാത്തിനും ബാക്കപ്പ് എടുക്കുക, വീഡിയോയ്ക്കെന്നല്ല ഏത് കാര്യത്തിനും. ഇത് യൂട്യൂബർ കണ്ടൻറ് ക്രിയേഷൻ എന്ന രീതിയിൽ ജോലിയായിട്ട് എടുക്കുന്നവരോട് മാത്രമല്ല, ഏത് തരത്തിലുള്ള ജോലി നഷ്ടപ്പെട്ടവർക്കും, ബന്ധം നഷ്ടപ്പെട്ടവർക്കും, ഒരു സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്കും, അങ്ങനെ ചെയ്യേണ്ടി വന്നവർക്കും എല്ലാവർക്കും കൂടി എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. എൻ്റെ 7 വർഷത്തെ അധ്വാനം തിരികെ കിട്ടുമോ ഇല്ലയോ എന്നെനിക്കിപ്പോഴും ഉറപ്പില്ല. ശ്രമിക്കുന്നുണ്ട്, ചില സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് മാറി. എനിക്ക് എന്ത് നഷ്ടപ്പെടും എന്നല്ല ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, മറിച്ച് എൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. സ്വയം നമുക്ക് കിട്ടുന്ന കഴിവുകൾ, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഐഡൻറ്റിറ്റി. നമുക്കൊരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ ചാനലിട്ടപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തവർ, ഹെൽപ്പിന് വേണ്ടി പലതരത്തിലുള്ള നമ്പറുകൾ അയച്ചു തന്നവർ, നമ്മളെ വിളിച്ച് സംസാരിച്ചവർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് അറിയിച്ചവർ, നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടവർ, അതിൽ ലൈക്ക് ചെയ്തവർ, വാട്സപ്പ് ചാനലിൽ കയറിയവർ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ കരുത്തെന്ന് പറയുന്നത്. പിന്നെ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്, എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ശരിക്കും എന്താണ് വിലപ്പെട്ടത് എന്നും എന്താണ് നമ്മളിൽ നിന്ന് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തത് എന്നും മനസ്സിലാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ പിന്നോട്ട് പോയി എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തകർച്ചയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒന്ന് ഓർക്കുക,
ഇതൊരു അവസാനമല്ല. ചിലപ്പോൾ അതൊരു റീസെറ്റ് ബട്ടണാകാനാണ് സാധ്യത. ഒരു കാട്ടുതീ വന്നാലേ മരങ്ങൾക്ക് പുതിയ രീതിയിൽ വളർന്നു വരാൻ പറ്റുമെന്ന് പറയാറില്ലേ? ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെടുന്നത് ഒടുവിൽ നമ്മളെ തന്നെ കണ്ടെത്താനായിരിക്കും. അതൊരു ശുഭാപ്തി വിശ്വാസം മാത്രമല്ല, അത് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ജീവിതത്തെ മുന്നോട്ട് റാപ്പിഡ്ലി നയിക്കുന്ന ഒരു ആശയം കൂടിയാണ്. അത് പലരിലും വിജയിച്ച് കണ്ടതുമാണ്. പല പഠനങ്ങളും അത് സൂചിപ്പിക്കുന്നുമുണ്ട്. നന്ദി.